أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين صدق الله العظيم. الأنبياء 81-2. വലി സുലൈമാനും അരീഹ കാറ്റിനെ ആസിഫത്തൻ ശക്തിയേറിയ അല്ലെങ്കിൽ ആസിഫ് കൊടുങ്കാറ്റാണ്, ശക്തിയേറിയ കാറ്റ്, അടിച്ചു വീശുന്ന കാറ്റ് എന്നൊക്കെയാണ് അർത്ഥം. തജിരി അത് ചലിക്കുന്നു, ബി അംരിഹി അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം, ഇലൽ അർളി ഭൂമിയിലേക്ക്, അല്ലത്തി ബാറക്നാ ഫീഹ നാം അതിൽ അനുഗ്രഹം ചെയ്തിട്ടുള്ളതായ, വക്കുന്ന നാം ആയിരുന്നു, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെക്കുറിച്ചും, ആലിമീൻ അറിവുള്ളവൻ. വമിനശ്ശയാത്തീനി ചെകുത്താന്മാരിൽപ്പെട്ടവരെയും, മൻ യഗൂസൂന മുങ്ങുന്നവരായ, മൻ ആര്, യഗൂസൂന മൻ എന്നത് അല്ലദീ എന്നുള്ള അർത്ഥത്തിലാണ്. യഗൂസൂന അവർ മുങ്ങുന്നു, ലഹു അദ്ദേഹത്തിന് വേണ്ടി, വയഅമലൂന അവർ പണിയെടുക്കുന്നു, അമലൻ ദൂനദാലിക് അതല്ലാത്ത പണിയും. വകുന്ന ലഹും വകുന്ന നാം ആയിരുന്നു, ലഹും അവർക്ക്, ഹാഫിളീൻ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അതിരില്ലാത്ത നിഅമത്തുകൾ അതെടുത്തു പറയുകയാണ്. മുകളിൽ പറഞ്ഞത് ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. പർവ്വതങ്ങൾ, അതുപോലെ പക്ഷികൾ ഒക്കെ അദ്ദേഹത്തിന് വഴിപ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തോടൊപ്പം ചേർന്നു എന്നർത്ഥം. ശേഷം സുലൈമാനും, വലി സുലൈമാനും എന്ന് പറഞ്ഞാൽ എന്താണ്? 79-ാമത്തെ ആയത്തിൽ വസഖർനാ മഅ ദാവൂദ അൽ ജിബാല യുസബ്ബിഹന വത്തൈറ വലി സുലൈമാന എന്ന് പറഞ്ഞാൽ സുലൈമാനും സഖർനാ മഅ സുലൈമാന എന്നാണ് വലി സുലൈമാന എന്ന് പറഞ്ഞാൽ അർത്ഥം. സുലൈമാനിൻ്റെ കൂടെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. അരീഹ അവിടുത്തെ കാറ്റുകളെ ഒന്നിച്ചു പറഞ്ഞതാണ് രീഹ. എങ്ങനെ? അത് ആസിഫത്തനാണ്, കൊടുങ്കാറ്റായിട്ട് അല്ലെങ്കിൽ ശക്തിയേറിയ കാറ്റായിട്ട്. ശക്തിയേറിയ കാറ്റിലാണ് മഴയും അതുപോലുള്ള ഹൈറുകളെല്ലാം ഉണ്ടാകുക. സൂറത്തു സ്വാദിൽ സുലൈമാൻ അലൈഹിസ്സലാമിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തതായി അല്ലാഹ് പറയുന്നുണ്ട്. ഫസഖർനാ ലഹു റീഹ തജ്രീ ബി അംരിഹി റുഹാഅൻ ഹൈസു അസ്വാബ് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച വിധം ചെറിയ കാറ്റായിട്ട് അതിനെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ നാം കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്ന്. ഇവിടെ കൊടുങ്കാറ്റും അവിടെ മന്ദമാരുതനുമാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാറ്റ് ഒരു അങ്ങോട്ട് പോകുമ്പോൾ കൊടുങ്കാറ്റും ഇങ്ങോട്ട് വരുമ്പോൾ മന്ദമാരുതനുമൊക്കെയായിരുന്നു എന്നാണ്. അല്ലാഹു അഅലം. ഏതായാലും കാറ്റിനെ സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രീ ബി അംരിഹി അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം അത് വീശുന്നു. അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം, അഥവാ അദ്ദേഹം കാറ്റിനോട് വീശാൻ പറയുന്നിടത്തേക്ക് അത് വീശുന്നു. അതാണ് തജ്രീ ബി അംരിഹി എന്നതിൻ്റെ വ്യാഖ്യാനം.
ഇനി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സുലൈമാൻ ഉദ്ദേശിച്ചിടത്തേക്ക് അത് വീശുന്നു, അതും ശരിയാണല്ലോ. സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നിടത്തേക്ക് കാറ്റ് വീശുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. വലി സുലൈമാൻ റീഹ ആസിഫത്തൻ തജ്രി ബി അംരിഹി ഇലൽ അർളില്ലത്തി ബാറക്നാ ഫിഹ. നാം ബർക്കത്ത് ചെയ്തിട്ടുള്ള നാട്ടിൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഹിജ്റ പോയത് അർളില്ലത്തി ബാറക്നാ ഫിഹയാണ് ലിൽ ആലമീൻ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന പോലെ അവിടെ തന്നെയാണ്, അഥവാ ബിലാദുഷാം ഫലസ്തീൻ ഉൾപ്പെടെയുള്ള നാടുകളിൽ അത് അഭിവൃദ്ധി ഉണ്ടാക്കാൻ കാരണമായി എന്നർത്ഥം. വകുന്ന ബിക്കുല്ലി ഷൈഇൻ ആലിമീൻ, നാം എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ളവനായിരുന്നു. അഥവാ കാറ്റ് എവിടെ പെയ്യണം, കാറ്റ് എവിടെ വീശണം, മഴ എവിടെ പെയ്യണം, ആർക്കൊക്കെ അതുകൊണ്ട് ഗുണം കിട്ടണം, എന്തൊക്കെ മുളക്കണം, ആർക്കൊക്കെ പ്രയോജനപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റ് വീശുമ്പോൾ പറയാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ പിന്നെ വനഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ബഅദഹ എന്ന് പറഞ്ഞിരുന്നത് പോലെ എന്തൊക്കെയാണ് ഗുണം, എന്തൊക്കെയാണ് ദോഷം, എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആലാക്ക് നല്ല അറിവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തിനാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വേറെയും പരാമർശങ്ങളുണ്ട്. ഉദാഹരണമായി സൂറത്തു സബഇൽ, അതുപോലെ സൂറത്തു സാദിൽ ഒക്കെ കാറ്റിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് കാണാൻ കഴിയും. കാറ്റ് ഒദുവുഹ ഷെഹ്റുൻ വറവാഹുഹ ഷെഹ്റുൻ, അത് രാവിലത്തെ കാറ്റ് ഒരു മാസം, വൈകുന്നേരത്തെ കാറ്റ് വേറൊരു മാസം, ഇങ്ങനെ അവിടെ സൂറത്തു സബയിലെ 12-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ തൻ്റെ നാട്ടിലെ കാലാവസ്ഥയെ വരെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ആക്കിക്കൊടുത്തിരുന്നു അല്ലാഹു തആല. എന്നിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അല്ലാഹു തആലാക്ക് നല്ല അറിവുണ്ടായിരുന്നു എന്നുമാണ് പറയുന്നത്. എന്തിനാണ് പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇങ്ങനെ എന്ന ഒരു ചോദ്യം മക്കയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ, അതിനുള്ള മറുപടി കൂടിയാണ് ഇതൊക്കെ. അഥവാ നബിമാരുടെ കഥകളൊക്കെ പറയുന്നത് ആദ്യത്തെ അഭിസംബോധിതരായ മക്ക മുശ്രിക്കുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അവർ മതിമറന്നിരിക്കുകയാണ്. ബൽ മത്തഅന ഹൗലായി വ ആബാഹും ഹത്താ താല അലൈഹിമുൽ ഉമറു 44-ാമത്തെ ആയത്തിൽ. ഇവർക്ക് വലിയ ഭൗതിക വിഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇതൊന്നുമല്ല. ഇതിനൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്ത ദാവൂദ് അലൈഹിസ്സലാമിനും സുലൈമാൻ അലൈഹിസ്സലാമിനും ഒക്കെ ഇവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതുപോലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ അള്ളാഹുവിൻ്റെ ചൊൽപ്പടിക്കൊത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണ്, അല്ലാതെ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവരല്ല. അല്ലെങ്കിൽ തിരിച്ചും അള്ളാഹുവിന് ഞങ്ങൾക്ക് ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഇത്ര വലിയ അഭിവൃദ്ധിയുണ്ട്. മുഹമ്മദ് പറയുന്നത് പോലെ കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ ജനങ്ങൾ റാഞ്ചിയെടുക്കും, ഞങ്ങൾ പട്ടിണിയായി പോകും എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു ഉന്നയിച്ചിരുന്നത്. അല്ല, ഈ മക്ക മുശ്രിക്കുകൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത് അല്ലാഹു തആല നബിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോമിനായാൽ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചാൽ തൊലഞ്ഞു പോകും, പൊളിഞ്ഞു പോകും എന്നൊക്കെ ഉള്ള വിചാരം അതിന് യാതൊരു അർത്ഥവുമില്ല. ഇക്കാലത്തും പലരും ധരിക്കുന്നത് അങ്ങനെയാണല്ലോ. അതിനൊരർത്ഥവുമില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധം നൽകുന്നു എന്ന് പറയാനാണ് ഇതിവിടെ പറയുന്നത്. അതാണ് സൂറത്തിൽ അതിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത്. തുടർന്ന് വീണ്ടും സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. വമിനശ്ശയാത്തീനി, ജിന്നുകളിൽപ്പെട്ട ചെകുത്താന്മാരെ അല്ലാഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണ്. വമിനശ്ശയാത്തീനി സൂറത്തു സബ അതിൽ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ജിന്നുകൾ ആണ് എന്ന് അവിടുന്ന് മനസ്സിലാക്കാനും കഴിയുന്നതാണ്. ഇവിടെ ഷയാത്തീൻ എന്ന് പറഞ്ഞാൽ ജിന്നുകൾ തന്നെയാണോ എന്ന് ആളുകൾക്ക് സംശയം തോന്നും. എന്നാൽ ഫലമാ ഖറ തബയ്യനത്തിൽ ജിന്നു
എന്ന വാക്ക് തന്നെ അവിടെ അല്ലാഹു തആല പ്രയോഗിക്കുന്നത് കാണാൻ കഴിയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അവിടെ ജിന്ന് എന്ന് പ്രയോഗിച്ചത് കൊണ്ടാണ്. വമിന ശയാത്തീനി മൻ യഗൂസൂന ലഹു, അദ്ദേഹത്തിന് വേണ്ടി സമുദ്രത്തിൽ മുങ്ങുന്ന അഥവാ മുങ്ങിത്തപ്പി മുത്തുകളും രത്നങ്ങളുമൊക്കെ പുറത്തെടുക്കുന്ന, അതൊക്കെ അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും ഒക്കെ വലിയ അടയാളങ്ങളാണല്ലോ മുത്തുരത്നങ്ങളൊക്കെ എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി ജിന്നുകളെ ഉപയോഗിച്ചിരുന്നു. വയഅമലൂന അമലൻ ദൂന ദാലിക, അതല്ലാത്ത പണിയും അവർ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അഥവാ അവിടെ സൂറത്തു സബയിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതിനെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നുണ്ട് 13-ാമത്തെ ആയത്തിൽ. അതാണ് ഇവിടെ വയഅമലൂന അമലൻ ദൂന ദാലിക ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞതുകൊണ്ടും ഇവിടെ ആ ഫോക്കസിലല്ല, എന്തൊക്കെ കൊടുത്തു എന്ന് പറയാനല്ല ഇത് പറയുന്നത് എന്നതുകൊണ്ടുമാണ് ആയിരിക്കാം അല്ലാഹു തആല ചുരുക്കിയത്. ഇവിടെ ചെകുത്താന്മാരെന്നാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഒന്ന്, അവർ ജിന്നുകളായിരുന്നു. ജിന്നുകളെല്ലാവരും ചെകുത്താന്മാരാണോ? അല്ല, ജിന്നുകളിലെ നിഷേധികളായിരുന്നു. അതുകൊണ്ടാണ് അവരെ ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജിന്നിലും മനുഷ്യരിലും ഒക്കെയുണ്ട് ചെകുത്താന്മാർ. അള്ളാഹുവിൽ നിന്ന് അകന്ന, അല്ലെങ്കിൽ സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന ആളുകൾ, അത് ജിന്നായാലും ഇൻസായാലും ഒക്കെ ചെകുത്താനാണ്. ഇവിടെ ഉദ്ദേശം ജിന്നുകളിൽപ്പെട്ട ചെകുത്താന്മാർ മനുഷ്യർക്ക് അപ്രാപ്യമായിടത്ത് മുങ്ങി സമുദ്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മുങ്ങാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യന് സാധിക്കാത്ത പല പണികളും സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ആ ജിന്നുകളിൽ നല്ലൊരു ശതമാനവും നിഷേധികളായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനാണിത് പറയുന്നത് എന്ന് മനസ്സിലായാൽ സംഗതി വേഗം ക്ലിയർ ആവും. എതിരാളികൾ അനുകൂലമായി പണിയെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് നല്ല പരിചയമുള്ള ആശയമാണ്. ഭരിക്കുന്ന ഭരണാധികാരിയുടെ എതിർ പാർട്ടിക്കാരായ ഉദ്യോഗസ്ഥന്മാർ പക്ഷേ ഈ ഭരിക്കുന്നവൻ്റെ ഉത്തരവിനനുസരിച്ച് പണിയെടുക്കേണ്ടി വരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു വൈപുല്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ അധികാരത്തിൻ്റെ മഹത്വം ചെകുത്താന്മാർ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പണിയെടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിലെത്തിയിരുന്നു. അതാണ് അധികാരത്തിൻ്റെ വൈപുല്യം എന്ന് പറയുന്നത്. കാരണം മക്ക മുശ്രിക്കുകൾ പലരും ചെകുത്താന്മാരുടെ സേവ അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന നിലപാടിലാണ്. മുശ്രിക്കുകൾ മാത്രമല്ല, ജൂതന്മാർ വരെ വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന, സൂറത്തുൽ ബഖറയിൽ ചെകുത്താന്മാർ ഓതിക്കൊടുക്കുന്നതിൻ്റെ പിന്നാലെയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വാദം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഏതോ ഒരു ചെകുത്താനുണ്ട്, അദ്ദേഹം പറഞ്ഞതൊക്കെ ഓതിക്കൊടുക്കുന്ന എന്നായിരുന്നു. സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയെക്കുറിച്ച് ചോദിച്ചിട്ട് കുറേ ദിവസം വഹി വരാതെ റസൂലുള്ള വിഷമിച്ചപ്പോൾ ഉമ്മു ജമീല അബൂലഹബിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്താടോ തൻ്റെ ചെകുത്താൻ പോയോ എന്ന്. ഇങ്ങനെ അല്ല, ചെകുത്താൻ കുടുങ്ങി ദീനുൽ ഇസ്ലാമിൻ്റെ ശക്തിയും പ്രതാപവും അധികാരവും വളർന്ന് എതിരാളികളായ മനുഷ്യരും ജിന്നുകളുമായ ചെകുത്താന്മാർ അവർക്ക് അനുകൂലമായി പണിയെടുക്കേണ്ടി വരുന്ന പ്രതാപത്തിലെത്തും. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇതുവരെ പറഞ്ഞത്. വക്കുന്നാ ലഹും ഹാഫിളീൻ. അപ്പോൾ ഈ ചെകുത്താന്മാരെ കൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം ഇസ്ലാമിക ഭരണകൂടത്തിന് അനുകൂലമായി പണിയെടുപ്പിക്കുമ്പോൾ അവർ പാര വെക്കുകയോ തുരങ്കം വെക്കുകയോ ഒക്കെ ചെയ്യുന്ന പണികൾ എടുക്കൂലേ? ഇല്ല, അള്ളാഹുവായിരുന്നു അതിൻ്റെ കാവൽ. മക്ക മുശ്രിക്കുകൾ ചെകുത്താന്മാരെ ആരാധിക്കുന്നവർ മാത്രമല്ല പേടിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് അവരെ കൈയൊഴിച്ചാൽ അവർ ദ്രോഹിക്കും, ഒരു ചുക്കും ചെയ്യില്ല. അവർക്ക് അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ സാക്ഷാൽ ശൈത്താനുൽ അക്ബർ ഇബ്ലീസിനോട് അല്ലാഹു തആല നേർക്കുനേരെ പറയുന്നുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം മിൻ സുൽത്താൻ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനൻ, എൻ്റെ യഥാർത്ഥ അടിമകളുടെ മേൽ ഒരു നിയന്ത്രണവും നിനക്കുണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞത് അതേ സംഗതി തന്നെയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ പ്രതാപം ചെകുത്താന്മാർ അദ്ദേഹത്തിന് കീഴ്പ്പെടാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയിലായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പേടിച്ച് പണിയെടുക്കുന്ന ചെകുത്താന്മാർ അദ്ദേഹം മരണപ്പെട്ടിട്ട് പോലും അത് അറിഞ്ഞില്ല
എന്ന് സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തു സബയിൽ. അതിനു വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. നബിമാരുടെ കഥ ഈ സൂറത്തിൽ വെറുതെ പറയുകയല്ല, മക്കാ മുശ്രിക്കുകളുടെ നിലപാടുകൾക്കുള്ള തിരുത്ത് എന്ന നിലയിലാണല്ലോ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഫോക്കസിൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ചെകുത്താന്മാർ സത്യത്തിന് അനുകൂലമായി പണിയെടുക്കേണ്ട അവസ്ഥയിലാണ് എത്തിച്ചേരുക എന്ന് ഉണർത്താൻ, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വ്യത്യസ്ത നബിമാരുടെ വ്യത്യസ്ത കഥകൾ പറയുന്ന കൂട്ടത്തിൽ സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെയും ദാവൂദ് അലൈഹി സ്വലാമിൻ്റെയും കഥ അവർക്ക് ചെയ്ത നിഅമത്തിൻ്റെയും അവർക്കുണ്ടായ നേട്ടത്തിൻ്റെ വൈപുല്യത്തെയും സൂചിപ്പിക്കാനാണ് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പകർത്താൻ, സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.